വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ബസ് വരുന്നുണ്ട്, അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. ടിക്കറ്റ് എടുക്കണം. എനിക്ക് ജലദോഷമാണ്. ഞങ്ങൾ ചുമ്മാ ഇന്ന് ഞങ്ങൾ ജാക്കറ്റ് മേടിക്കാൻ പോകുന്നു. പിന്നെ വേറെ എന്തെങ്കിലും കണ്ടാൽ അത് മേടിക്കണം പ്ലാനുണ്ട്. ഇന്നിപ്പോൾ ഇച്ചിരി വെയിലുണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. Hello. Oh. She's a wee rescue dog. അപ്പം ഞങ്ങൾ ആദ്യം ബൂട്ട്സിലാണ് പോകുന്നത്. എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കാർഡ് കിട്ടി. അപ്പം അതിലെന്തെങ്കിലും മേടിക്കാം. അങ്ങനെ അപ്പം ഞങ്ങൾ കുറേ നാൾ കൂടിയാണ് സിറ്റി സെൻറ്ററിൽ വരുന്നത്. ലൈക്ക് ഐ തിങ്ക് ആഫ്റ്റർ എ മന്ത്. നീ ആഫ്റ്റർ വന്ന ഞാൻ കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയപ്പോൾ ഇവിടെ സിറ്റി സെൻറ്റർ വന്നത്. പക്ഷെ ഞാൻ ഇറങ്ങിയില്ല. സിറ്റി സെൻറ്ററിൽ ഞാൻ വന്നായിരുന്നു ബസ് പിടിക്കാൻ വേണ്ടി. അല്ലാണ്ട് ഞാൻ കറങ്ങാൻ വന്നിട്ടില്ല. കറങ്ങാൻ വന്നിട്ട് ഞാനും കുറേ അന്ന് പള്ളിയിൽ പോയതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ജലദോഷമാണ്. എനിക്കും ജലദോഷം ചെറുതായിട്ട്. എനിക്ക് തൊണ്ടവേദന. കോവിഡ് ആണോ എന്നറിയില്ല. എന്നെന്തായാലും എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. സോ ഞാൻ ടെസ്റ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ എന്തിനല്ലേ ഇത് പറയുന്നത് അറിയില്ല, എന്നാലും പറയുക. കട്ട് ചെയ്താൽ മതി, സാരില്ല. ബൈ ബൈ. ഇനി ഞങ്ങൾ ബൂട്ട്സ് ഒന്ന് കാണാം. ഞങ്ങളെപ്പോഴും സിറ്റി സെൻറ്ററിൽ വന്നാൽ കയറുന്നൊരു സ്ഥലമാണ് ബൂട്ട്സ്. ചുമ്മാ കയറി അവിടുത്തെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യൽ എൻ്റെയും ഏഞ്ചലിൻ്റെയും ഒരു ഹോബിയാണ്. ഞങ്ങളെപ്പോൾ വന്നാലും അവിടെ കയറും. ഞാൻ ഈ എൽഫിൻ്റെ ഒരു ബ്ലഷ് വാങ്ങിച്ചു, പിന്നെ ഒരു ലിപ് ലൈനറും വാങ്ങിച്ചു. ഈ ഓർഡിനറിൻ്റെ സിറം എല്ലാം നല്ലതാണ്, ഞാൻ മേടിച്ചിട്ടുണ്ട്. ഉപയോഗിക്കാൻ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. പിന്നെ റിച്വൽസിൻ്റെ ഈ ഒരു ക്രീമൊക്കെ ഭയങ്കര നല്ലതാണെന്ന് ഏഞ്ചല പറയുന്നുണ്ടായിരുന്നു. ഏഞ്ചലേൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷനാണ് നമ്പർ 7 ഫൗണ്ടേഷൻ. എനിക്ക് ഷാർലറ്റ് ടിൽബറിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഞാൻ മേടിച്ചായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഏഞ്ചലേൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് റെവല്യൂഷൻ. അവരുടെ ചില പ്രൊഡക്ട്സൊക്കെ നല്ലതാണ്. പിന്നെ ഞാനൊരു മേക്കപ്പ് ബ്രഷും വാങ്ങിച്ചു. എൻവൈഎക്സിൻ്റെ ലിപ്സ്റ്റിക്സ് നല്ലതാണ്. ഞാൻ മാക്കാണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷേ എൻവൈഎക്സിൻ്റെ ലിപ്സ്റ്റിക്ക് എൻ്റെ അടുത്തില്ലെങ്കിലും ഞാൻ കുറേ പേരെടുത്ത് കണ്ടിട്ടുണ്ട്. നല്ല ഷെയ്ഡൊക്കെ അവരെടുത്തുണ്ട്. അത്യാവശ്യം നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിൽ വരുന്ന ഷെയ്ഡ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇട്ടുകൊണ്ട് വരുന്ന കളറായിരിക്കില്ല. ഞങ്ങൾ ഒരിക്കലും ലിപ്സ്റ്റിക്ക് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം ട്രൈ ചെയ്ത് വേറെ ഒക്കെ തുടക്കത്തിലുള്ള കളറായിരിക്കില്ല ഞങ്ങളുടെ ചുണ്ടിന് ഇപ്പോൾ. യെസ്, ഇപ്പം ഞാൻ ആളെ മാറി. നിങ്ങൾ ട്രൈ ചെയ്യും. മുടി തേക്കാനൊരു ജെല്ലുണ്ടായിരുന്നു, ഞാൻ മേടിച്ചായിരുന്നു. ഇപ്പം ഇങ്ങനെ തേച്ച് വെക്കുന്ന ആ ജെല്ല് അത് ഞാൻ ഇട്ടില്ല. അത് ഇട്ടാൽ കുറച്ചും കൂടി ഒരു മെല. ഓൾറെഡി തേച്ച് വെച്ചിരിക്കുന്നത് പോലെ എനിക്ക് ഇവിടുത്തെ KFCത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലെ KFC എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് KFC. നാട്ടിൽ പിന്നെ അത്രയും KFC ഞാൻ പോയിട്ടുമില്ല. 1-2 പ്രാവശ്യമൊക്കെ പോയിട്ടില്ല. ഓ ബി സോറിഡി, ഒരു വേറെ ഒരു ബി. പിന്നെ ഞങ്ങൾ കാസർഗോഡിൻ്റെ പൊക്കത്ത് പോയിട്ട് യാങ്സയിൽ നിന്ന് ഫുഡും കഴിച്ച് ഞങ്ങളിങ്ങോട്ട് പോന്നു. കാരണം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഞങ്ങൾക്ക് ജാക്കറ്റ് മേടിക്കാൻ ഞങ്ങൾ ജാക്കറ്റ് മേടിച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഒന്നും. പിന്നെ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ. ടേക്ക് കെയർ.